അത്തരമൊരു രാജ്യത്തെ ഒരു പൊതു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ശാന്തമായി മറ്റ് അപകടങ്ങളില്ലാതെ മുനമ്പത്തെ ഈ പ്രശ്നം പരിഹരിക്കണം എന്ന് നാടും സംസ്ഥാനവും സർക്കാരും ആഗ്രഹിക്കുന്നത് എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ച് വലിയ നിലയിൽ ആശ്വാസം പകരുന്നത് തന്നെയാണ്. യാതൊരു സംശയമില്ല. അതൊരു തർക്ക വിഷയമാക്കേണ്ട കാര്യമേ അല്ല. അതിൽ രാഷ്ട്രീയമായി ഭിന്നാഭിപ്രായങ്ങളിൽ നിന്ന് പറയാം. പക്ഷേ കേരളം അതിൽ ഇക്കാര്യത്തിൽ എടുക്കുന്ന കാഴ്ചപ്പാടാണ് ശരി എന്ന് നാൾക്ക് നാൾ നമ്മൾക്ക് ബോധ്യപ്പെടുന്നു എന്നുള്ളതാണ്. ഇന്നത്തെ സുപ്രീം കോടതി നടപടികൾ നോക്കിയാൽ, ഈ നിയമം കൊണ്ടുവന്ന കേന്ദ്രമന്ത്രി തന്നെ മുനമ്പത്ത് വന്ന് പറഞ്ഞത് നോക്കിയാൽ, ഓക്കെ, ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, ഇതിൻ്റെ ഒരു രാഷ്ട്രീയ വശമാണ് ശ്രീ ജേക്കബ് ജോർജിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. മാത്രമല്ല മറ്റു ചില വിഷയങ്ങൾ കൂടി നമുക്ക് ചുരുക്കത്തിലൊന്ന് ചർച്ച ചെയ്ത് പോകേണ്ടതുകൂടിയുണ്ട്. അതായത് ജേക്കബ് ജോർജ്, ഇന്നിപ്പോൾ സീറോ മലബാർ സഭ വളരെ പരസ്യമായി പറഞ്ഞു, വലിയ നിരാശയാണ് കേന്ദ്രമന്ത്രി വന്നതിലൂടെ സംഭവിച്ചത്. വലിയ പ്രതീക്ഷ തന്നു, BJP നേതാക്കൾ ഉറപ്പ് തന്നു, മന്ത്രി വരുന്നതോടുകൂടി ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമായിരുന്നു. ഇന്നലെ അത് പറഞ്ഞവരെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്താൻ, വൈദികരെ അടക്കം സംശയത്തിൻ്റെ നിഴലിൽ നിർത്താൻ, അവർ ഈ സമരസമിതിയുമായിട്ട് നേരിട്ടുള്ളവരൊന്നും അല്ല എന്നൊക്കെ ചർച്ചയിൽ വന്ന് പറയാൻ ശ്രദ്ധിച്ചവരൊക്കെ ഉണ്ട്. പക്ഷേ ഇന്ന് സീറോ മലബാർ സഭ വക്താവായിട്ടുള്ള വൈദികൻ തന്നെ വളരെ ശക്തമായി പറഞ്ഞു, അങ്ങേയറ്റം നിരാശാജനകമാണ് സാഹചര്യം എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ ആ BJP പൊളിറ്റിക്സാണ് ഞാൻ താങ്കളോട് ചോദിക്കുന്നത്. കേന്ദ്രമന്ത്രിയെ കൊണ്ടുവന്ന് ഇപ്പം ശരിയാക്കി തരാം എന്ന മട്ടിൽ മുന്നോട്ട് പോയ BJP ലീഡർഷിപ്പിൻ്റെ രാഷ്ട്രീയമായ കാഴ്ചപ്പാടുകൾ പൂർണ്ണമായും പൊളിയുകയും വലിയ പരാജയത്തിൽ പോവുകയും മുനമ്പത്തെ സംബന്ധിച്ച അവരുടെ ഓഫറുകൾ അത് ശരിയാവണ്ണമുള്ളതല്ല എന്ന് കുറേയൊക്കെ ശക്തമായി നാടിന് ബോധ്യപ്പെടുന്നതിനും ഇടവരുത്തിയോ? ആ BJPയുടെ രാഷ്ട്രീയമാണോ ഇന്നലെ പാളിപ്പോയത്? നേരത്തെ BJPക്ക് ഇത്തരം കാര്യങ്ങളിൽ, അതായത് ഏതെങ്കിലും മതവിഭാഗം, പ്രത്യേകിച്ച് ഇവിടെ ക്രിസ്ത്യൻ വിഭാഗമാണ്, അങ്ങപ്പുറത്തുള്ളത് വഖഫ് ബോർഡ്, അത് മുസ്ലിം ഒരു എൻറ്റിറ്റിയാണ്. അപ്പോഴൊരു മുസ്ലിം എൻറ്റിറ്റിയും ക്രിസ്ത്യൻ സമുദായവും കേരളത്തിലൊരു സംഘർഷത്തിലേക്ക് നീങ്ങുമ്പോൾ BJPക്ക് താല്പര്യമുണ്ട്. ആ താല്പര്യം രാഷ്ട്രീയ താല്പര്യമാണ്. ആ താല്പര്യത്തിന് വേണ്ടിയാണ് അവർ നിന്നത്. നമുക്കറിയാമല്ലോ, കേരളത്തിലൊരു പുതിയ വർഗം കുറേ കാലമായിട്ടുണ്ടായിരിക്കുന്നു, ക്രിസംഗി എന്ന് പറയുന്ന. ക്രിസ്ത്യാനികൾ ഒരു സംഘി രീതിയിലേക്ക് മാറുന്നു. ക്രിസംഗികൾ എന്നവർ വിശേഷിക്കപ്പെടുന്നു. അവർ പള്ളികളിൽ അവരുടേതായ ഒരു ക്ലൗട്ട് ഉണ്ടാക്കാൻ നോക്കുന്നു. എന്ന് വെച്ചാൽ BJPയെ ഇങ്ങോട്ട് എഴുന്നള്ളിച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു ഗൂഢശ്രമം, ഗൂഢമല്ല, പരസ്യമായ ശ്രമമാണ് അതിൻ്റെ പിന്നിൽ. പല പുരോഹിതന്മാരും അതിന് കൂട്ടുനിൽക്കുന്നു. പക്ഷേ പ്രധാനപ്പെട്ട സഭയുടെ മുഖ്യധാര നേതൃത്വം ആ പ്രസ്ഥാനത്തെ പേര് പറഞ്ഞ് തന്നെ എതിർക്കുന്നു. ഇതിനൊന്നും നമ്മുടെ കൂടെ കൂട്ടാൻ കൊള്ളത്തില്ല എന്ന് പറയുന്നത് കത്തോലിക്ക സഭയിലാണ് ഇത് കൂടുതലുമുള്ളത്, ഒരു പ്രധാനപ്പെട്ട നേതൃത്വം തന്നെയാണ്. അപ്പോൾ അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കേരളത്തിൽ രാഷ്ട്രീയമായി, രാഷ്ട്രീയ വശമേ ഞാൻ പറയുന്നുള്ളൂ. ഇപ്പോൾ അനിൽകുമാർ അതിൻ്റെ വിശദീകരിച്ചത് വളരെ ക്രിസ്റ്റൽ ക്ലാരിറ്റിയോടുകൂടി അദ്ദേഹം ആ വിഷയത്തിൻ്റെ ആ അന്തസത്ത വ്യക്തമാക്കി. ഞാനതിൻ്റെ രാഷ്ട്രീയ വശത്തിലേക്ക് കടക്കാം. കേരളത്തിൽ ഹിന്ദുക്കളുടെ വോട്ട് പൂർണ്ണമായിട്ട് കിട്ടത്തില്ല എന്നവർക്കറിയാം. ഹിന്ദു വോട്ടിൻ്റെ ഒരു ചെറിയ അംശമേ BJPയുടെ കയ്യിലേക്ക് പോവുള്ളൂ. അതിങ്ങനെ ഏറിയും കുറഞ്ഞും ഇരിക്കും. നമുക്കറിയാമല്ലോ, ഹിന്ദു മുന്നണിയുടെ കാലത്ത്, അതായത് 1985 തുടങ്ങിയതാണ് ഈ ശ്രമം. പക്ഷേ ആ ശ്രമം ഇങ്ങനെ കൂടുന്നുണ്ട്. അതിന് ആക്കം കൂട്ടണമെങ്കിൽ കേരളത്തിൽ ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ പിന്തുണ BJPക്ക് വേണം. അത് BJP നേതൃത്വത്തിൻ്റെയും RSS നേതൃത്വത്തിൻ്റെയും ഒരു വളരെ കൗശലപൂർവമായ, ബുദ്ധിപരമായ, വളരെ സ്ട്രാറ്റജിക്കായിട്ടുള്ള ഒരു നീക്കമാണ്. അതേസമയം തന്നെ ഉത്തരേന്ത്യയിൽ നമ്മൾ കണ്ടതാണല്ലോ അവിടുത്തെ കാര്യങ്ങളൊക്കെ. ഒരു സംസ്ഥാനത്ത് വർഗീയ പോരാട്ടം നടക്കാൻ തുടങ്ങിയിട്ട് എത്രയോ കാലമായി. ക്രിസ്ത്യാനികളെ അടിച്ചു കൊല്ലുന്ന, തകർക്കുന്ന, അവരുടെ ആരാധനാലയങ്ങളെ തകർക്കുന്ന, തീ വെച്ച് നശിപ്പിക്കുന്ന ഒരു രീതി. പ്രധാനമന്ത്രിക്ക് ഒരക്ഷര ഉരിയടനം അതേക്കുറിച്ച് കഴിഞ്ഞിട്ടില്ല. അത് ഉത്തരേന്ത്യയിലാകെ നമുക്കറിയാം. ഇപ്പോഴും ആക്രമണങ്ങൾ ക്രിസ്ത്യാനികൾക്കെതിരെ, കന്യാസ്ത്രീകൾക്കെതിരെ, പുരോഹിതന്മാർക്കെതിരെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും അവർ കേരളത്തിൽ ആ ശ്രമം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പം മുനമ്പം സംസ്ഥാന പ്രസിഡൻ്റായി രാജീവ് ചന്ദ്രശേഖർ ചുമതലയേറ്റ ഉടൻ തന്നെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കർമ്മ പരിപാടി മുനമ്പം സന്ദർശിക്കുകയായിരുന്നു. കുറേ ക്രിസ്ത്യാനികളെ. അതിൻ്റെ ഒരു നെറ്റ് റിസൾട്ട് ഇനി പറയാമല്ലോ നമ്മൾക്ക്. കാരണം ഇന്നലത്തേതോടുകൂടി രാജീവ് ചന്ദ്രശേഖറിൻ്റെ പ്രസിഡൻറ്റിൻ്റെ ആ പൊളിറ്റിക്കൽ മിഷനിലെ ആദ്യ അസൈൻമെൻറ്റ് എവിടെ എത്തി നിൽക്കുന്നു? അതെ,
അപ്പം രാജീവ് ചന്ദ്രശേഖറിൻ്റെ മുന്നേ കുറേ ക്രിസ്ത്യാനികൾ, ലറ്റിൻ കത്തോലിക്കർ, പാവങ്ങൾ BJP ചേർന്നു. ഈ മതം മാറുന്നത് പോലെ അവരെ കോൺഗ്രസോ CPM ഒക്കെ വിട്ടിട്ട് അവിടെ ചേർന്നു, BJP ചേർന്നു, അംഗത്വമൊക്കെ എടുത്തു അത്രേ. പക്ഷേ എവിടെയായിരിക്കും ആ അംഗത്വത്തിന് എന്തായിരിക്കും സ്ഥിതി? തീർച്ചയായിട്ടും അത് കേരളത്തിലെ ഒരു അടഞ്ഞ അധ്യായമായിട്ട് മാറുകയാണ്. മുനമ്പം വെച്ച് മുതലെടുക്കാൻ BJPക്ക് കഴിയില്ല എന്നൊരു സത്യാവസ്ഥ BJP നേതൃത്വം തന്നെ മനസ്സിലാക്കിയിരിക്കുന്നു. അതിനേക്കാൾ അപകടമായിട്ട് അതിനേക്കാൾ ഗംഭീരമായിട്ട് ക്രിസ്ത്യൻ നേതൃത്വം അത് മനസ്സിലാക്കിയിരിക്കുന്നു. BJP കൊണ്ട് മുനമ്പത്ത് ഒന്നും ചെയ്യാനാവില്ല എന്ന സത്യം. ശരി.